ചൈൽഡ്ഹുഡ് ട്രോമാസ് എന്തായി കഴിഞ്ഞാലും നമ്മുടെ ലൈഫിൽ, ഇപ്പോഴത്തെ ലൈഫിൽ, പ്രസൻറ്റ് ലൈഫിൽ ഒരുപാട് സ്വാധീനിക്കപ്പെടും. നമ്മൾ നോർമലി പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഇപ്പോൾ എങ്ങനെയാണോ, ഇപ്പോൾ ഞാൻ ഡോക്ടർ റിഷ റഷീദ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിൽ എൻ്റെ ചൈൽഡ്ഹുഡ് ഉണ്ടായിരിക്കും. ഒരാൾ എൻ്റെ മുന്നിൽ വന്നിരിക്കുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളെ ഇവിടെ എത്തിച്ച ഒരു സംഭവം ചൈൽഡ്ഹുഡിലുണ്ടായിരിക്കും. എന്ത് കാര്യമാവട്ടെ, ഇന്നത്തെ ഞാൻ എന്താണോ അതിലേക്ക് എന്നെ എത്തിച്ചിട്ടുള്ളത് എൻ്റെ ചൈൽഡ്ഹുഡാണ്. അതായത് പ്രസൻറ്റ് ലൈഫിൽ, പാസ്റ്റ് ലൈഫിലെ ചൈൽഡ്ഹുഡ് ട്രോമാസ് ആവട്ടെ, ഇൻസിഡൻസ് ആവട്ടെ, നല്ലതാവട്ടെ ചീത്തയാവട്ടെ, എന്തൊരു കാര്യമാണോ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഇന്നത്തെ ലൈഫിൽ പ്രതിഫലിക്കും. 0 to 7 എന്നൊരു കാര്യം പറയും നമ്മൾ. അവിടെ എൻകോഡ് ചെയ്യപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് എന്നെ ഇവിടെ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചത്. ഇതുപോലെ തന്നെയാണ് ഓരോരുത്തർക്കും നിങ്ങളെ ഇന്ന് എൻ്റെ മുന്നിൽ എത്തിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങൾ ഏതേത് പൊസിഷനിൽ എത്തിയിട്ടുണ്ടോ അതിനൊക്കെ പിന്നിൽ ഈ 0 to 7 എന്ന എൻകോഡിങ് ടൈമുണ്ട്. പിന്നീട് നമുക്കത് റീകോഡ് ചെയ്തെടുക്കാം. അസാധ്യമായത് ഒന്നുമില്ല എന്ന് പറയിക്കുന്നതാണ് ഈ റീകോഡിങ് എന്നുള്ളത്. അത് ഏത് ഏജിലും നമുക്ക് അത് നേടിയെടുക്കാനായിട്ട് പറ്റും. നമ്മുടെ ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഹിപ്നോതെറാപ്പി കൊണ്ട് വളരെ ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അത്.